നമസ്കാരം. ജയം ഉറപ്പാണെന്ന് മൂന്ന് മുന്നണികളും 100% ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കും ഡീലും ക്രോസ് വോട്ടുമെല്ലാം നേതൃത്വത്തിൻ്റെ ചർച്ചകളിൽ നിന്ന് ഒഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് വീറുറ്റ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട തൃശൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് തീർന്നപ്പോഴും തെരഞ്ഞെടുപ്പ് ചർച്ച തുടരുകയാണ്. ഇത്രയേറെ പണവും അധ്വാനവും ചെലവഴിച്ചിട്ടും പെട്ടിയിൽ വീണ വോട്ടുകൾ കുറവായി പോയതിൻ്റെ കാര്യകാരണം എത്ര ചിന്തിച്ചിട്ടും മുന്നണി നേതൃത്വങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. 2014 പോളിംഗിലേതുപോലെയുള്ള കണക്കുകളാണ് 7 നിയോജക മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയത്. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 5.5% കുറവാണ് ഇത്തവണ. വോട്ടർമാരുടെ വർധനയിൽ തൃശൂർ റെക്കോർഡിട്ടിട്ടും ഇതെങ്ങനെ സംഭവിച്ചെന്നാണ് ഉയരുന്ന ചോദ്യം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുതുതായി ചേർത്തത് തൃശൂരായിരുന്നു. 1,46,656. 7 നിയോജക മണ്ഡലങ്ങളിലും 4 മുതൽ 5 വരെ ശതമാനം പോളിംഗ് കുറവുണ്ട്. 3 മുന്നണികളും പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയുകയും ചെയ്തു. അവസാന നിമിഷം ഏതെങ്കിലും അടിയൊഴുക്കുണ്ടോ എന്ന ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 5,000 മുതൽ 10,000 വരെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിക, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട മേഖലകളിലാണ് കൂടുതൽ സ്ത്രീ വോട്ടർമാർ വോട്ട് കുത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് രാഷ്ട്രീയമായി ഏത് ദിശയിലേക്ക് തിരിക്കുമെന്ന ആശങ്ക എല്ലാ പാർട്ടികൾക്കുമുണ്ട്. പ്രത്യേകിച്ചും താരസാന്നിധ്യമായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയ സാഹചര്യത്തിൽ. പക്ഷേ സംഘടനാ സംവിധാനം കാര്യമായി പ്രവർത്തിച്ചതിനാൽ വോട്ട് മറിയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF, LDF പ്രവർത്തകർ. ഇതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആരെ തുണയ്ക്കുമെന്ന ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്.